ഈ അടിയന്തര സഹായ നടപടികൾ ഉണ്ടാകണം എന്ന് തമിഴ്നാട് ഗതാഗത മന്ത്രിയോട് കേരള ഗതാഗത മന്ത്രി കെ.വി. ഗണേഷ് കുമാർ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. കാരണം ഈ 9-10 പേരുടെ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതിനായി ഇപ്പോൾ വാഹനങ്ങളുമൊക്കെയായി അവിടേക്ക് ബന്ധുക്കൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നൊരു അഭ്യർത്ഥനയാണ് ഗതാഗത മന്ത്രിയുടെ ഭാഗത്തുനിന്നും തമിഴ്നാട് ഗവൺമെൻറ്റിനോട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ നാടിനെ ആകെ നടുക്കിയ ഒരു വലിയ ദുരന്തമായി ഇത് മാറുകയാണ്. നേരത്തെ ഷാലിക്ക് സൂചിപ്പിച്ചതുപോലെ ഒരു വലിയ സന്തോഷയാത്രയുടെ ഇടയിലാണ് ആ സമയത്ത് ഈ അപകടം സംഭവിച്ചത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ അപകടം സംഭവിക്കുന്നതിന് തൊട്ട് മുൻപ് ഈ ട്രാവലറിനകത്ത് നിന്നും യാത്രക്കാർ പകർത്തിയ ദൃശ്യങ്ങളാണ്. അതാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഈ യാത്രക്കിടെയാണ് ഈ വലിയ അപകടം അവരെ തേടിയെത്തത്. ഏതാണ്ട് 5 മണിയോടെ, വൈകിട്ട് 5 മണിയോടെയാണ് ഈ അപകടം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് തൊട്ട് മുൻപ്, അപകടം സംഭവിക്കുന്നതിന് തൊട്ട് മുൻപ് പകർത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. എല്ലാവരും വളരെ ശാന്തതയോടുകൂടി തന്നെ ആ യാത്രയിൽ നമുക്ക് കാണാം. അവരെ സീറ്റിലിരുന്ന് അവർ യാത്ര ചെയ്യുന്നത് കാണാം. ഇവരാണ് അപകടത്തിൽപ്പെട്ടവർ. അതിൽ 10 പേർ ഇപ്പോൾ ജീവനോടെ ഇല്ല എന്ന യാഥാർത്ഥ്യം അത് ഉൾക്കൊള്ളാൻ അവരുടെ സഹപ്രവർത്തകർക്കോ നാട്ടുകാർക്കോ കഴിയുന്നില്ല. പാങ് എന്ന് പറയുന്ന ആ ചെറിയ ഗ്രാമം അത് ആ രീതിയിൽ തന്നെ വിറങ്ങലിച്ച് നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. അവിടെ ആ സ്കൂളിൽ എത്തിച്ചേർന്നിരിക്കുന്ന അവിടുത്തെ നാട്ടുകാർക്കും സഹപ്രവർത്തകർക്കും വിദ്യാർത്ഥികൾക്കുമെല്ലാം വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഒരു വലിയ ദുരന്തമായി ഈ യാത്ര മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. നിഖിൽ പ്രമേഷ് പാങ് ഗവൺമെൻറ് LP സ്കൂളിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നിഖിൽ, നമ്മളിപ്പോൾ കാണുന്നത് ഈ യാത്രക്കിടെ ഈ അപകടത്തിൽപ്പെട്ട ആരോ അവരുടെ സഹപ്രവർത്തകർക്കോ അല്ലെങ്കിൽ ബന്ധുക്കൾക്കോ അയച്ചു കൊടുത്ത വാട്സാപ്പ് ദൃശ്യങ്ങളാണ്. അതിൽ ഈ ട്രാവലറിനകത്ത് വളരെ ശാന്തതയോടുകൂടി തന്നെ യാത്ര ചെയ്യുന്ന എല്ലാവരെയും കാണാം. അതിൽ 10 പേർ ഇപ്പോൾ ജീവനോടെ ഇവിടെ ഭൂമിയിലില്ല എന്ന യാഥാർത്ഥ്യം അത് ഉൾക്കൊള്ളാൻ പാങ്ങിലെ സാധാരണക്കാരായ നാട്ടുകാർക്ക് കഴിയുന്നുണ്ടോ? അവരെല്ലാം നേരത്തെ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നവർ ഒന്നടങ്കം പറയുന്നുണ്ട്. ആ സ്കൂളിൽ ഇപ്പോൾ ഒരു സങ്കടക്കടലിന് സമാനമായ രീതിയിൽ അവിടെ എത്തുന്നു. അവരെല്ലാം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ അവർക്കിപ്പോഴും അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്ന കാര്യം അവരുടെ പ്രതികരണങ്ങളിൽ പോലും വ്യക്തവുമാണല്ലോ നിഖിൽ. തീർച്ചയായിട്ടും പ്രജിൻ, നമുക്ക് അവരെ ആ ബസ്സിൽ നിന്ന് പകർത്തിയിട്ടുള്ള മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ വരാനാകാത്ത തങ്ങളുടെ സഹപ്രവർത്തകർക്കും അതോടൊപ്പം തന്നെ അവസാന നിമിഷം ഈ യാത്രയിൽ നിന്ന് പിന്മാറിയ ആളുകൾക്കൊക്കെ അയച്ചു കൊടുത്ത ആ ദൃശ്യങ്ങളാണ് നമ്മൾ അല്പസമയം മുൻപ് കണ്ടത്. എത്ര സന്തോഷ നിമിഷത്തിലായിരിക്കും ഒരുപക്ഷെ ആ ദൃശ്യങ്ങൾ അവർ പകർത്തിയിരിക്കുക എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ബന്ധുക്കളായിട്ടുള്ള ആളുകൾ, നാട്ടുകാരായിട്ടുള്ള ആളുകൾ ഇപ്പോൾ ഈ വിവരങ്ങൾ ഇങ്ങനെ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തിച്ചേർന്ന പൊള്ളാച്ചിയിൽ ഇതിനോടകം തന്നെ എത്തിച്ചേർന്ന ആളുകളിൽ നിന്നും മറ്റും വിവരങ്ങൾ ശേഖരിച്ച് ഈ മരിച്ചവരുടെയും മറ്റും പേര് വിവരങ്ങൾ കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാ തരത്തിലുമുള്ള ക്രമീകരണങ്ങൾ ഇനിയിപ്പോൾ ഈ പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങളാണ്. ഇവരെല്ലാവരും തന്നെ നാട്ടുകാർക്ക് ഏറെ പ്രിയപ്പെട്ടവരാണ്, പ്രിയപ്പെട്ട അധ്യാപകരാണ്, ഈ സമീപ പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവരെയൊക്കെ അവസാനമായി ഒരു നോക്ക് കാണാൻ ഈ നാട്ടുകാർ ഇവിടേക്ക് തടിച്ചുകൂടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇപ്പോൾ ഈ സമയമായിട്ടും ഇവിടേക്ക് ഒരുപാടധികം ആളുകൾ ഈ സംഭവം അറിഞ്ഞ്, ഈ ദാരുണ അപകടത്തിന്റെ വിവരം അറിഞ്ഞ് ഇവിടേക്ക് എത്തിച്ചേരുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നാളെ സ്കൂളിലേക്കും ഒരുപാടധികം ആളുകൾ എത്തിച്ചേരും. അപ്പോൾ ഈ സ്കൂളിൽ ഒരു പരിമിതി, ഒരു ഇത്ര വലിയ പൊതുദർശനം സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിമിതി ഉള്ളതുകൊണ്ട് തന്നെ സമീപത്തെ ഹൈസ്കൂളിലാണ് നിലവിലത്തെ സാഹചര്യത്തിൽ പൊതുദർശനം ക്രമീകരിച്ചിട്ടുള്ളത്. ഇക്കാര്യത്തിൽ ജില്ലാ ഭരണകൂടത്തിന്റെയും അടക്കം തന്നെ ബന്ധുക്കളുടെയും ഒക്കെ ഒരു അന്തിമ നിലപാട് കൂടി അറിയേണ്ടതുണ്ട്. എന്തായാലും നാട്ടുകാർ പറയുന്നത് ഇത്ര വലിയ ഒരു പൊതുദർശനം സംഘടിപ്പിക്കാൻ സൗകര്യം ഉണ്ടാവുക ഈ ഹൈസ്കൂളിലായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ സംഘടിപ്പിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അമ്പലപ്പറമ്പ് ഗവൺമെന്റ് ഹൈസ്കൂളല്ലേ ഈ പൊതുദർശനം ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത്? നാളെ അത് അമ്പലപ്പറമ്പ് ഗവൺമെന്റ് ഹൈസ്കൂൾ എന്നാണ് മനസ്സിലാക്കുന്നത് അല്ലേ? തീർച്ചയായും ആ അമ്പലപ്പറമ്പിലുള്ള സ്കൂളിലേക്കാണ് ഇപ്പോൾ പൊതുദർശനം ക്രമീകരിച്ചിരിക്കുന്നത്. ആ തരത്തിൽ കാര്യങ്ങൾ ഏകോപിക്കുകയാണ്. അത് വളരെ അടുത്ത് തന്നെയാണ്, ഈ വിദ്യാലയത്തിൽ നിന്ന് വളരെ അടുത്ത് തന്നെയാണ്. അവിടേക്ക് ആകുമ്പോൾ വാഹന സൗകര്യവും മറ്റും ഉണ്ട് എന്നുള്ളതാണ് അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ വെച്ച് പൊതുദർശനം നടത്താമെന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ നാട്ടുകാരടക്കം എത്തിച്ചേർന്നിട്ടുള്ളത്. ഇവിടെ സമീപത്ത് തന്നെയാണ്, വളരെ അടുത്താണ് ഈ വീടുകളൊക്കെ ഉള്ളത്. ഇപ്പോൾ ഇത് സ്കൂളിലേക്കുള്ള പാതയാണ്. ഈ പാതയോട് വളരെ ചേർന്നാണ് ഏറ്റവും അടുത്ത് റംല എന്ന അധ്യാപികയുടെ വീടുണ്ട്. അങ്ങനെ സമീപത്തായി എല്ലാവരും അടുത്തടുത്ത സ്ഥലങ്ങളിൽ തന്നെയാണ് ഈ അധ്യാപകരൊക്കെ ഉള്ളത്. അപ്പോൾ ഇവരെല്ലാവരും തന്നെ നാട്ടുകാർക്ക് വളരെ പരിചിതരായിട്ടുള്ള ആളുകളുമാണ്. അതുകൊണ്ട്
അതുകൊണ്ട് തന്നെ ഇവരുടെ വിയോഗം പലരെയും സംബന്ധിച്ച് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ്. ദിവസവും രാവിലെ കണ്ടുപോകുന്ന ആളുകൾ, ഒരു യാത്ര പറഞ്ഞ് മടങ്ങിപ്പോകുന്ന ആളുകൾ, അവരൊക്കെ തന്നെ ഒരു അവധി ദിവസം കിട്ടിയപ്പോൾ, അവർക്കൊരു ഫ്രീ ഡേ കിട്ടിയപ്പോൾ അത് എല്ലാവരും ചേർന്ന് ഒന്നിച്ച് ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ട് പോയ ഒരു സംഘമാണ്. അവരുടെ ഈ ആഹ്ലാദകരമായിട്ടുള്ള യാത്രയിലെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഇപ്പോൾ ഈ നാട് കേഴുകയാണ്. അവർക്ക് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ തന്നെ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഓരോരുത്തരുടെ പേരുകൾ ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ ഇവിടെയുള്ള ആളുകളൊക്കെ പറയുന്നത് അവരായിരിക്കല്ലേ എന്ന് കരുതുകയാണ്. അങ്ങനെ ആശ്വസിക്കാൻ ശ്രമിക്കുകയാണ് പലപ്പോഴും ഇവിടെയുള്ള ആളുകൾ. എന്തായാലും ഇപ്പോഴും ഈ പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ അവിടെ എത്തിയിട്ടുള്ള, ഈ പൊള്ളാച്ചിയിൽ എത്തിച്ചേർന്നിട്ടുള്ള ആളുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്ന തിരക്കിലാണ്. എന്തായാലും എത്ര വൈകിയാലും നാളെ പുലർച്ചയോടുകൂടി തന്നെ മൃതദേഹങ്ങളെല്ലാം തന്നെ ഇവിടേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ളൊരു ആത്മവിശ്വാസം ഇപ്പോൾ നാട്ടുകാർ പങ്കുവെക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് കാര്യങ്ങൾ ഏകോപിപ്പിക്കുമെന്ന് ഇതിനോടകം തന്നെ ജില്ലാ ഭരണകൂടവും ആരോഗ്യവകുപ്പ് മന്ത്രി അടക്കമുള്ള ആളുകളും അക്കാര്യം ഉറപ്പു നൽകിയിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ ഈ ബന്ധുക്കൾ പൂർണ്ണമായി മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞാൽ പിന്നെ ഒട്ടും താമസം ഉണ്ടാകില്ല. വളരെ വേഗത്തിൽ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ ജന്മനാട്ടിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് അറിയിക്കുന്നത്. അങ്ങനെയെങ്കിൽ നാളെ രാവിലെ തന്നെ ഹൈസ്കൂളിൽ പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകളടക്കം ക്രമീകരിക്കുക എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അല്പസമയം മുൻപാണ് പൂർണ്ണമായി ബന്ധുക്കളെല്ലാം ഈ മരണവിവരം അറിയിച്ചത്. പലരോടും അപകടത്തിൽ പരിക്ക് പറ്റി എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പലപ്പോഴും പറഞ്ഞിരുന്നത്. എന്നാൽ അല്പം കൂടി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ മാധ്യമ വാർത്തകളൊക്കെ സജീവമാകുന്നതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് അറിയാൻ കഴിയും. അപ്പോൾ പല വീടുകളിലും ഇപ്പോൾ ആ ദുഃഖ വാർത്ത എത്തിക്കഴിഞ്ഞു. പല വീടുകളിൽ നിന്നുമുള്ള കണ്ണീര്, അതിൻ്റെ നോവ് നമുക്കിവിടെ അറിയാൻ കഴിയുന്നുണ്ട്. എന്തായാലും കൂടുതൽ ആളുകൾ ഇപ്പോൾ ഇവിടേക്ക് എത്തിച്ചേരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ വിവരം അറിഞ്ഞുകൊണ്ട് എത്തിച്ചേർന്നിട്ടുള്ള ആളുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ മരിച്ച കുഞ്ഞുങ്ങൾ പോലും ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം. 2 ഡ്രൈവർമാരുണ്ടായിരുന്നു. അതിലൊരു ഡ്രൈവർ ഈ സ്കൂൾ വാഹനം ഓടിക്കുന്ന ഡ്രൈവറായിരുന്നു. മറ്റൊരു ഡ്രൈവറും ഉണ്ടായിരുന്നു. അതിലൊരു ഡ്രൈവറുടെ മരണമാണ് നിലവിലത്തെ സാഹചര്യത്തിൽ സ്ഥിരീകരിച്ചിട്ടുള്ളത്. എന്തായാലും 10 മരണങ്ങൾ സ്ഥിരീകരിക്കുമ്പോൾ അതീവ ദുഃഖത്തിലാണ് ഈ നാട്. പാങ്ങ് എന്ന നാട് ഉറങ്ങാതെ തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കേഴുകയാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥനകളിൽ മുഴുകുകയാണ് ഈ നാട്. ഈ നിമിഷവും ഇവിടേക്ക് കൂടുതൽ ആളുകൾ എത്തിച്ചേരുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരുപാടധികം ആളുകൾ വിദ്യാലയത്തിൽ ഇതിനോടകം തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ വാല്യുവേഷനും മറ്റു നടപടികളിലേക്കും ഒക്കെ പോകേണ്ടതുണ്ട്. അവർക്ക് വരുന്ന വർഷത്തേക്ക്, പ്രാധ്യായന വർഷത്തിലേക്ക് കുട്ടികളെ ചേർത്തുന്ന നടപടികളുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാ വർഷവും ഈ വിദ്യാലയങ്ങളിലെ അധ്യാപകർ ചേർന്നുകൊണ്ട് ഒരുമിച്ചൊരു യാത്ര പോകാറുണ്ട്. അതൊരു ഔദ്യോഗിക യാത്രയല്ല, അതായത് വിദ്യാലയം സംഘടിപ്പിക്കുന്ന ഒരു ഔദ്യോഗിക യാത്രയല്ല, അത് ഈ അധ്യാപകർ ചേർന്നുകൊണ്ട് സംഘടിപ്പിക്കുന്ന, അവർക്കൊരു മാനസിക ഉല്ലാസത്തിന് വേണ്ടി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള നടത്തുന്ന യാത്രയാണ്. വർഷങ്ങളായി നടത്താറുള്ള യാത്രയാണ്. ഇത്തവണത്തെ അത്തരത്തിലുള്ള ഒരു വിനോദയാത്രയാണ്. ഈ രീതിയിൽ അതൊരു വിലാപയാത്ര ആയി മാറാൻ പോകുന്നത് എന്നുള്ളതാണ്. തിരികെ ഇപ്പോൾ നാട്ടിലേക്ക് മടങ്ങുന്നത് അവരെല്ലാം ഒരു വിലാപയാത്രയായിട്ടാണ് എന്നുള്ള യാഥാർത്ഥ്യം അത് ഉൾക്കൊണ്ട് തുടങ്ങിയിട്ടുണ്ട്. പാങ് എന്ന് പറയുന്ന ആ നാട്, അവിടെ അവരിനിപ്പോൾ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാനുള്ള നടപടികളിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. നാളെ പൊതുദർശനമുണ്ട്. അമ്പലപ്പറമ്പ് ഗവൺമെൻറ് ഹൈസ്കൂളിലാണ് ഈ പൊതുദർശനം ഒരുക്കിയിരിക്കുന്നത്. അവിടെ പാങ് GLP സ്കൂളിന് സമീപത്ത് തന്നെയുള്ള ഹൈസ്കൂളാണ് ഈ അമ്പലപ്പറമ്പ് ഗവൺമെൻറ് ഹൈസ്കൂൾ. അവിടെയായിരിക്കും പൊതുദർശനം ഉണ്ടാവുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.